Okay, hello class. നമുക്കിന്ന് ഈ ലെക്ചറിൽ വി വിൽ സ്റ്റാർട്ട് വിത്ത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ. സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ തിയറി നമ്മൾ കണ്ടായിരുന്നു. 8051 എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ. നൗ ലെറ്റ്സ് സീ ദ പ്രോഗ്രാമിംഗ് ഡീറ്റെയിൽസ്. ഓക്കെ, സോ സീരിയൽ കമ്മ്യൂണിക്കേഷൻ, ഹൗ വാസ് ഇറ്റ് ഹാപ്പനിങ്? നമുക്ക് കുറച്ച് ബിറ്റ്സ് ഓഫ് ഡേറ്റ ഉണ്ടാവും. അതിന് നമ്മൾ സീരിയലായിട്ട് ഒറ്റ പോർട്ടിൽ കൂടെ അയക്കും. സോ ഈ ഓരോ ബിറ്റ്സ് ഓഫ് ഡേറ്റയും എന്താണ്, ഓരോ ഡേറ്റയും എന്താണ്, അതിൽ ഒരു സ്റ്റാർട്ട് ബിറ്റ് ഉണ്ടാവും, ഒരു സ്റ്റോപ്പ് ബിറ്റ് ഉണ്ടാവും. ദെൻ ദെയർ ഇസ് ദ ആക്ച്വൽ 8-bit ഓർ 9-bit ഡേറ്റ ഇൻ ബിറ്റ്. യൂഷ്വലി 8-bit ഡേറ്റ, അതാണ് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്യാരക്ടറോ വാട്ട് എവർ, ഒരു പാക്കറ്റ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഡേറ്റ ആയിട്ട് വരുന്നത് 8-bit ആയിരിക്കും യൂഷ്വലി. ഓക്കെ, സോ അപ്പോൾ ഇതിൽ ഒരു വൺ മേജർ ക്വസ്റ്റ്യൻ അറൈസസ്, ഒരു ബിറ്റ് ഡ്യൂറേഷൻ എത്രയായിരിക്കണം? അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു സാധനം അയച്ചു നമ്മുടെ സെൻറ്റർക്ക്, നമ്മുടെ റിസീവർക്ക് ഇങ്ങനൊരു സാധനം അയച്ചു. അത് 1 ആണ്. ഇത് ഒരു 1 ആണോ, 2 1 ആണോ, 3 1 ആണോ, എത്ര ഹൗ മെനി വൺസ് ആർ ദെയർ എന്നുള്ള ഹൗ വിൽ ദ റിസീവർ നോ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ബിറ്റ്. അത് ഫിക്സ്ഡ് ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ ഹൗ വി ആർ ചൂസിങ് ദ ബിറ്റ് ഡ്യൂറേഷൻ. ഒരു ബിറ്റിൻ്റെ വെദർ ഇറ്റ് ഇസ് എ 1 or a 0, that duration will be fixed. So this will be 1 0 0 0 1. Okay, so ഈ ഡ്യൂറേഷൻ, ബിറ്റ് ഡ്യൂറേഷനെ നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്താൽ 1/, എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വാട്ട് ഈസ് കോൾഡ് ആസ് ദ ബിറ്റ് റേറ്റ്. അതല്ലേ, നമ്മൾ ടൈം പീരീഡിനെ 1/, എടുക്കുമ്പോഴാണ് നമുക്ക് ഫ്രീക്വൻസി കിട്ടുന്നത്. ദാറ്റ് ഈസ് റേറ്റ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് റേറ്റ് ആണ്. അതുപോലെ നമ്മൾ ബിറ്റ് ഡ്യൂറേഷനെ 1/, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ് റേറ്റ് കിട്ടും. ഈ ബിറ്റ് എന്ന് പറയുന്നതിന് നമ്മൾ ഒരു സിമ്പിളായിട്ട്, ഇഫ് യു കൺസിഡർ ദാറ്റ് വി ഹാവ് എ സെറ്റ് ഓഫ് ഡേറ്റ വിത്ത് ഓൺലി 1 സിമ്പിൾ, ആൻഡ് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഈ ബിറ്റ് റേറ്റിനെ വി ക്യാൻ കോൾ ആസ് ബോർഡ് റേറ്റ്. ഈ ബോർഡ് എന്നുള്ള കോൺസെപ്റ്റിലോട്ട് ഞാൻ ഒരുപാട് പോകുന്നില്ല. യു വിൽ ലേൺ ഇറ്റ് ഇൻ യുവർ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. എനിവേ, സോ നമ്മുടെ ഈ കേസിൽ ബിറ്റ് റേറ്റും ബോർഡ് റേറ്റും ഒന്നാണ്. ഇത്രയും ആലോചിച്ചാൽ മതി. 1/bit duration, that you will get as the baud rate. So basically, whenever in this serial communication context, whenever we are saying that we want to fix the baud rate, നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? what do we mean? And that is we want to fix the bit duration. നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്ന ഡേറ്റയിൽ ഓരോ ബിറ്റും എത്ര മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ എത്ര മൈക്രോ സെക്കൻഡ് ഉണ്ടാവും എന്നുള്ള ഫിക്സ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇനി 8051 it can work in 3 different baud rates: 9600, 2400 and 1200. ഈ 3 ബോഡ് റേറ്റിൽ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഈ 3 ബോഡ് റേറ്റ് നമ്മൾ എങ്ങനെ ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത 2 സെറ്റ് ഓഫ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ചെയ്ത എന്താണ്? വി യൂസ്ഡ് എ ടൈമർ ടു ജനറേറ്റ് സ്ക്വയർ വേവ്സ്, അല്ലേ? സ്ക്വയർ വേവ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ വരച്ചതിനൊരു ഇതുണ്ട്. ഇതിൽ 1s ഉം 0s ഉം എല്ലാം സെയിം ഡ്യൂറേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ്, നമുക്ക് ടൈമർ യൂസ് ചെയ്ത് നമുക്കൊരു ക്ലോക്ക് ഫ്രീക്വൻസി, ഒരു ക്ലോക്ക് പോലൊരു സാധനം നമുക്ക് ജനറേറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ക്ലോക്ക് സോർട്ട് ഓഫ് തിങ്, ദിസ് കണ്ടിന്യൂസ് സ്ക്വയർ വേവ്, ദിസ് പാറ്റേൺ ഓഫ് 1s and 0s ക്യാൻ ബി യൂസ്ഡ് ബൈ ദ UART. UART എന്താണ്? യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. UARTന് നമ്മുടെ ഇത് വെച്ചിട്ട് നമുക്കൊരു എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡിവൈസിന് ക്ലോക്ക്, നമ്മൾ ടൈമർ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബോർഡ് റേറ്റിന് വേണ്ടിയിട്ട് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. സോ ബേസിക്കലി വി വോണ്ട് ടു ഡു സീരിയൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് എ സർട്ടൻ ബോർഡ് റേറ്റ്, വിത്ത് എ സർട്ടൻ ബിറ്റ് റേറ്റ്, വിത്ത് എ സർട്ടൻ ബിറ്റ് ഡ്യൂറേഷൻ. ആ ബിറ്റ് ഡ്യൂറേഷൻ, ഈ ബോർഡ് റേറ്റിന് നമുക്ക് എന്ത് വേണം? വി നീഡ് റെഫറൻസ്, ഓർ ദ പ്രോസസ്സർ ഓർ ദ കൺട്രോളർ നീഡ്സ് എ റെഫറൻസ്. അതായത് ഇത്ര സമയം കഴിയുമ്പോഴാണ് ഒരു ബോർഡ് റേറ്റ്, ഒരു ഇത്ര ടൈം ആവുന്നത്, ഒരു ബിറ്റ് ഡ്യൂറേഷൻ ആവുന്നത് അതിനെ അറിയാൻ ഒരു റെഫറൻസ് വേണം. ആ റെഫറൻസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കൊരു ടൈം ഡിലേ നമ്മൾ ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡൺ യൂസിങ് ടൈമേഴ്സ്. ഓക്കെ, ആൻഡ് ദ പോസിബിൾ ബോർഡ് റേറ്റ്സ് ആർ പ്രീഫിക്സ്ഡ് ഫോർ ദിസ് കൺട്രോളർ. ദാറ്റ് ഈസ് ദീസ് 3 വാല്യൂസ്: 9600, 2400 and 1200. ഓക്കെ, ഇത്രയും ബേസിക്കായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരത്തെ
നമ്മൾ എന്താണ് നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇത്രയുണ്ട്, നമ്മുടെ ഇൻപുട്ട് ക്ലോക്ക് ഫ്രീക്വൻസി ഇത്രയുണ്ട്. അതിന് നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇൻറ്റേർണൽ മെഷീൻ ഫ്രീക്വൻസി, മെഷീനറി ഇൻറ്റേർണൽ സർക്യൂട്ടറി 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി ആയിട്ട് കിട്ടുന്ന എന്താണ് ഈ ഇത്രയും 921.6 കിലോ ഹെർട്സ്. ഇതിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 1.0 സംതിങ് മൈക്രോ സെക്കൻഡ്സ് ഒരു മെഷീൻ സൈക്കിളിൻ്റെ ഡ്യൂറേഷനായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ. ഇനി നമ്മൾ യു ആർ ടി യൂസ് ചെയ്യുമ്പം, നമ്മുടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ദിസ് തിങ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ബൈ 32 ബിക്കോസ് ഓഫ് ദ സർക്യൂട്ടറി, ഇൻറ്റേർണൽ സർക്യൂട്ടറി അതിൻ്റെ ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ട്. സോ ഫൈനലി നമ്മളിപ്പം നമ്മുടെ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ടൈമർ യൂസ് ചെയ്യുമ്പോൾ അതിലോട്ട് പോകുന്ന ഫ്രീക്വൻസി, ടൈമറിലോട്ട് കൊടുക്കുന്ന ക്ലോക്കിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 28,800 ഹെർട്സ്, 28.8 കിലോ ഹെർട്സ് ആയിരിക്കും നമ്മുടെ ഇൻസ്റ്റെഡ് ഓഫ് ദിസ്. ഇത്രയായിരിക്കും നമ്മുടെ ഇതിലോട്ട് പോകുന്നത്, നമ്മുടെ ടൈമറിലോട്ട്. ഇതാണ് നമ്മുടെ ടൈമറിലോട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇത് നോക്കിക്കേ. ഇനി വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇവിടെ ടു ഗെറ്റ് 9600, വാട്ട് ഈസ് ബീയിങ് ഡൺ ഹിയർ? 28,000, this 28.8k is being divided by 3. Okay, and this 28k is divided by 12 to get this. Again, this is divided by 24 to get this. So basically എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ടൈമറിൽ മൂന്ന് കൗണ്ട്, ടൈമർ 3 കൗണ്ട് ചെയ്യുമെങ്കിൽ, റൈറ്റ്, ടൈമർ 3 കൗണ്ട് ചെയ്യും. അത് ഇവിടെ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന എഫ് ഡി, എഫ് ഇ, എഫ് എഫ്, റീലോഡ്, ദാറ്റ് ഇസ് 3 counts. 3 counts ചെയ്യുമെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ്? ദ ടൈമർ ഡിവൈഡ്സ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ബൈ 3. നിങ്ങൾ ഡിജിറ്റൽ ലോജിക്കിലും ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, ഡിവൈഡ് ബൈ എൻ കൗണ്ടർ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ടൈമറിൻ്റെ കൗണ്ട് അനുസരിച്ച് എന്ത് പറ്റും? അതിൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്താണ്? വി ആർ ലോഡിങ് എ സർട്ടൻ വാല്യൂ, സർട്ടൻ കൗണ്ട്. നമുക്കിപ്പം 3 കൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എഫ് ഡി ലോഡ് ചെയ്യും. -3 ലോഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം എഫ് ഡി ലോഡ് ചെയ്യുക, ബിക്കോസ് ഇത് 2's കോംപ്ലിമെൻറ്റ്. അതുപോലെ -12, ദാറ്റ് ഈസ് ഇഫ് യു വോണ്ട് ടു ഡിവൈഡ് ബൈ 12 കൗണ്ടർ ഓർ ടൈമർ, എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ്? യു ലോഡ് -12, ദാറ്റ് ഈസ് F4. അങ്ങനെയാണ് ഈ ഒരു മെക്കാനിസത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ ബേസിക് ബോർഡ് ഫ്രീക്വൻസീസ് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇൻ ദിസ് സെക്ഷൻ എങ്ങനെയാണ് ടൈമർ നമ്മുടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ, സീരിയൽ ഡേറ്റ സെൻഡ് ചെയ്യേണ്ട, ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറായി പറഞ്ഞേക്കുന്നത്. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ ഇറ്റ് യൂസിങ് ദിസ് പർട്ടിക്കുലർ പ്രോഗ്രാം. ഓക്കെ, ആദ്യം ലെറ്റ്സ് ലുക്ക് ഹിയർ, എക്സാമ്പിൾ 10.2. ഓക്കെ, റൈറ്റ് എ പ്രോഗ്രാം ഫോർ 8051 ടു ട്രാൻസ്ഫർ ലെറ്റർ എ സീരിയലി അറ്റ് 4800 baud continuously. നമ്മൾ നേരത്തെ കണ്ട ബോർഡ് റേറ്റ് അല്ല, ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ബോർഡ് റേറ്റ്. ഓക്കെ, സോ യു ക്യാൻ സീ ദാറ്റ് divided by 4800 is equal to 6. That is, we want to use our timer as a mode 6 timer or counter, you can say whatever you can say. Okay, അങ്ങനെ ഒരു മോഡ് 6 ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യും? വി ആർ യൂസിങ് അവർ ടൈമർ 1 ആസ് മോഡ് 2. നമുക്ക് മോഡ് 2 ഓട്ടോ റീലോഡ് ആണെങ്കിൽ നടക്കുള്ളൂ, കാരണം വി ഹാവ് ടു കീപ് ദ ടൈമർ റണ്ണിങ്. കാരണം നമ്മൾ ഇതിൽ 2 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ. ഒന്ന്, നമ്മുടെ ടൈമർ ബോർഡ് റേറ്റ്, ആ ഒരു ബോർഡ് ഫ്രീക്വൻസി, ആ ഒരു ക്ലോക്ക് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. ഇതിനെ എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയോ എടുത്തിട്ടാണ് UART സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, ഈ 2 ഡേറ്റ. അപ്പോൾ ഇത് വാട്ട് എവർ ഹാപ്പൻസ് ഹിയർ, റെസ്പെക്റ്റീവ് ഓഫ് ദാറ്റ്, ദിസ് ഹാസ് ടു കണ്ടിന്യൂ. ഈ ടൈമറിൻ്റെ ഈ ഒരു ഫംഗ്ഷനിങ് കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പം എന്ത് സംഭവിച്ചാലും സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ ആദ്യം നമ്മൾ ടൈമർ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ബോർഡ് റേറ്റ്. സോ ബൈ ദിസ് കാൽക്കുലേഷൻ വിൽ ഗെറ്റ് എ മോഡ് 6 counter or timer is required. അപ്പം ഞാൻ ഈ ടൈമറും കൗണ്ടർ യൂസ് ചെയ്യുമ്പോൾ അത് ഇൻ്റർചേഞ്ചിങ് ആയിട്ട് യൂസ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഡിജിറ്റൽ ലോജിക്കിൽ പഠിച്ച ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു ടെർമിനോളജിയിലായിരിക്കും ഞാൻ കൗണ്ടറിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ യു ഗെറ്റ് ദ ഐഡിയ, ഐ ഹോപ്പ്. സോ നമ്മൾ ടൈമർ ഓട്ടോ റീലോഡ്, എപ്പോഴും നമ്മൾ ഇതിൽ ഓട്ടോ റീലോഡ് മോഡിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വി ആർ യൂസിങ് ഓട്ടോ റീലോഡ് മോഡ്. ടൈമർ 1 അത് സെറ്റ് ചെയ്തു ആൻഡ് ഇറ്റ് ഈസ് ഇനിഷ്യലൈസ്ഡ്.
ആൻഡ് വി ആർ റണ്ണിങ് ഇറ്റ്. ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്ത് ഇതായി പോകുമോ അങ്ങനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇറ്റ് വിൽ കീപ്പ് ഓൺ കൗണ്ടിങ്. കാരണം നമുക്ക് നേരത്തെ പോലെ ഇത്ര ആയോ എന്ന് അറിയേണ്ടത്, നമുക്ക് കൗണ്ടർ അങ്ങ് റൺ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈമർ ഓവർഫ്ലോ ഫ്ലാഗിനെ പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല ഈ പർട്ടിക്കുലർ സിനാരിയോയിൽ. അത് അങ്ങ് റൺ ചെയ്തോളും. ഓക്കെ, സോ ഈ 3 ഇതാണ് നമ്മുടെ ടൈമറിൻ്റെ ഒരു ഇത് വരുന്നത്. ഇനി ഇതെന്താണ്? മൂവ് എസ്കോൺ 50 ഹെക്സ. എസ്കോൺ സീരിയൽ കൺട്രോൾ, സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ കൺട്രോൾ വരുന്ന രജിസ്റ്ററാണ്. വി ഹാവ് സീൻ ദാറ്റ്. ഓക്കെ, അതിൽ ഫ്രം ദാറ്റ് വി ആർ യൂസിങ് ദ മോഡ് which is having 8-bit data and 1 stop bit. Okay, 8-bit data, 1 stop bit and receive enable നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? സോ ദിസ് ഇസ് യൂഷ്വൽ. എന്ത് മോഡിൽ വേണം, എത്ര സ്റ്റോപ്പ് ബിറ്റ് വേണം, അത് 8-bit മോഡാണോ 9-bit മോഡാണോ, എത്ര ഇത് വേണം എന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാം. എന്നിട്ട് റിസീവിന് എനേബിൾ ചെയ്യണോ, അതായത് ഇൻപുട്ട് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റണോ വേണ്ടതെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതായത് നമ്മൾ ടി മോഡ് സെറ്റ് ചെയ്യുന്ന പോലെ എസ്കോൺ നമുക്ക് സെറ്റ് ചെയ്യാം. വൺസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മൂവ് സീരിയൽ ബഫർ #A #A. സോ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങളുടെ അസംബ്ലർ, വാട്ട് ദ അസംബ്ലർ ഡസ് ഇസ്, ഈ എയുടെ ഇക്വലൻ്റ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ഉണ്ടല്ലോ, വാട്ട് എവർ ബീറ്റ്, എയുടെ ഇക്വലൻ്റ് ആയിട്ടുള്ള ആസ്കി വാല്യൂ എൻ്റെ 8-bit, അതൊരു 8-bit വാല്യൂ ആയിരിക്കും. ദാറ്റ് ഇസ് മൂവ്ഡ് ഇൻ ടു SBUF. ദ അസംബ്ലർ ഇറ്റ് സെൽഫ് ഡൂസ് ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ നമ്മൾ ടൈമർ ഫ്ലാഗ് ഓവർഫ്ലോ ഫ്ലാഗ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന പോലെ, ഹിയർ വി ആർ ഡൂയിങ് വാട്ട് JNB TI. ദിസ് ഇസ് എ ട്രാൻസ്മിറ്റ് ഇൻ്ററപ്റ്റ്. അതായത് ട്രാൻസ്മിറ്റ് ചെയ്തോ എന്നറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. JNB TI ഹിയർ. അതായത് ഈ TI ഫ്ലാഗ് സെറ്റാവുന്നത്, TI ഫ്ലാഗ് എപ്പോൾ സെറ്റാവും? നമ്മൾ സീരിയൽ ബഫറിൽ കൊടുത്ത ഡേറ്റ പൂർണ്ണമായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, പൂർണ്ണമായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് സെറ്റാവും. JNB TI ഹിയർ. സോ വൺസ് ഇത് സെറ്റായി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓക്കെ, ആ ഡേറ്റ സെറ്റായി. ദെൻ യു ഹാവ് ടു ക്ലിയർ TI. നമ്മൾ നേരത്തെ ടൈമറിൻ്റെ ഇത് യൂസ് ചെയ്ത പോലെ ഓവർഫ്ലോ ഫ്ലാഗ് റീസെറ്റ് ചെയ്താൽ ഇവിടെ യു ഹാവ് ടു റീസെറ്റ് ദ ട്രാൻസ്മിറ്റ് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ്. ഷോർട്ട് ജമ്പ് അഗെയിൻ. വീണ്ടും നമ്മൾ SBUF സീരിയൽ ബഫർ ലോഡ് ചെയ്യുന്നു, ടൈമർ ട്രാൻസ്മിറ്റ് ഇൻറ്ററപ്റ്റ് നോക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, അത് ക്ലിയർ ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ ബേസിക് ഐഡിയ. എന്താണ്? വി ഹാവ് ടു ഐഡൻറ്റിഫൈ വിച്ച് മോഡ് യു വാണ്ട് ടു യൂസ് ദ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ, വാട്ട് ഇസ് ദ ബോഡ് റേറ്റ് യു വാണ്ട് ടു യൂസ്. ആ ബോഡ് റേറ്റ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ടൈമർ സെറ്റ് ചെയ്യണം. ടൈമറിനെ അങ്ങ് റൺ ചെയ്യിപ്പിച്ചോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, അതെൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് റൺ ചെയ്തോളൂ. ദെൻ ഡിപ്പെൻഡിങ് ഓൺ ദ മോഡ് യു വാണ്ട് ടു യൂസ് ദ സീരിയൽ കമ്മ്യൂണിക്കേഷൻ, യു സെറ്റ് ദ സീരിയൽ എസ്കോൺ. എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡേറ്റ 8-bit ഡേറ്റ, യൂഷ്വലി ക്യാരക്ടേഴ്സ്, യൂഷ്വലി ചെയ്യുന്ന ആസ്കി ക്യാരക്ടേഴ്സാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അത് SBUF വെക്കുന്നു, ട്രാൻസ്മിറ്റ് ഇൻറ്ററപ്റ്റിനെ നമ്മൾ ചെക്ക് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു, ക്ലിയർ ചെയ്യുന്നു, നമുക്ക് അടുത്ത സാധനം നോക്കുന്നു. അത് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. യെസ് എന്ന് പറയുന്ന സാധനം, യെസ് എന്ന് പറയുന്ന ഒരു ഇത് സീരിയൽ 9600 ബോഡ് 8-bit ഡേറ്റ 1 സ്റ്റോപ്പ്. ഡു ദിസ് കണ്ടിന്യൂസ്ലി. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ടി മോഡ്, നമ്മൾ ബോഡ് റേറ്റ് 9600 ആയതുകൊണ്ട് എന്താണ് മോഡ് 3 കൗണ്ടറായിട്ടാണ് നമ്മൾ ടൈമർ യൂസ് ചെയ്യുന്നത്. റൈറ്റ്. ദെൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ നേരത്തെ ചെയ്ത പോലെ 8-bit 1 സ്റ്റോപ്പ് ബിറ്റ് റിസീവ് എനേബിൾ. ഓക്കെ, നമ്മൾ ടൈമർ റൺ ചെയ്യുന്നു. ദിസ് മച്ച് ഇസ് ബേസിക്. പിന്നെന്താ ചെയ്യുന്നത്? നമ്മുടെ Y ഇസ് മൂവ് ടു A, അക്യുമുലേറ്ററിലോട്ട് മൂവ് ചെയ്യുന്നു. A കോൾ ട്രാൻസ്. എന്താണ്? ദിസ് ഇസ് എ ഫംഗ്ഷൻ കോൾ. നമ്മൾ ട്രാൻസ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതിലോട്ട് ജമ്പ് ചെയ്യും. ട്രാൻസ് എന്താ ചെയ്യുന്നത്? മൂവ് SBUF A, അത് A കിടക്കുന്ന സാധനം സീരിയൽ ബഫറിലോട്ട് മൂവ് ചെയ്യും. നേരത്തെ ചെയ്ത പോലെ നമ്മുടെ ടൈമർ ഫ്ലാഗ് ട്രാൻസ്മിറ്റ് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് സെറ്റായോ എന്ന് ചെക്ക് ചെയ്യും. ആയിട്ടും ക്ലിയർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്യും. എന്നിട്ട് എഗെയിൻ മൂവ് E ടു A. നമ്മൾ ഡേറ്റ മൂവ് ചെയ്യുന്നു, ആ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ മൂവ് ചെയ്യുന്നു, എയിലോട്ട് മൂവ് ചെയ്യുന്നു, അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഇത് നമ്മൾ കോൾ ചെയ്യുന്നു. അഗെയിൻ ദിസ് ഈസ് കണ്ടിന്യൂഡ്. ദെൻ ഷോർട്ട് ജംപ്. ദിസ് ഈസ് ഹൗ we send data using serial communication. Okay.
ഇനി നമുക്ക് ഹൗ ഡേറ്റ ഈസ് റിസീവ്ഡ് എന്നുള്ളത് നോക്കാം. അഗൈൻ അതിൻ്റെ ഒരു അൽഗോരിതം പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ വേണമെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ഐ ഷാൽ എക്സ്പ്ലെയിൻ ഇറ്റ് യൂസിങ് എ പ്രോഗ്രാം. ഓക്കെ. The question is, program the 8051 to receive bytes of data serially and put them in P1. അത് പോർട്ട് 1 ഔട്ട്പുട്ട് ചെയ്യാം. സെറ്റ് ദ ബോർഡ് റേറ്റ് അറ്റ് 4800, 8-bit ഡേറ്റ ആൻഡ് 1 സ്റ്റോപ്പ് ബിറ്റ്. ഓക്കെ. സോ ഇതിലും നമ്മൾ ഇനിഷ്യൽ കാര്യങ്ങൾ സെയിം ആണ്. എന്താണ്, നമ്മുടെ ബോർഡ് റേറ്റ് അനുസരിച്ച് നമ്മൾ ടൈമർ റൺ ചെയ്യും, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെന്താണ്, നമ്മുടെ എസ്കോൺ സീരിയൽ കൺട്രോൾ എന്ന് പറയുന്ന രജിസ്റ്റർ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യും ഡിപ്പെൻഡിങ് ഓൺ അവർ റിക്വയർമെൻറ്റ്. ഓക്കെ. ഇവിടെയാണ് മെയിനായിട്ട് ഡിഫറൻസ്. നമ്മൾ നേരത്തെ അവിടെ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഹിയർ JNB TI ഹിയർ, ഇങ്ങനെയല്ലേ ചെയ്തത്. ഇതെന്താ, വാട്ട് ഡിഡ് ദിസ് ഡു, വാട്ട് ഡിഡ് ദിസ് എസ്റ്റാബ്ലിഷ്. TI എന്ന് പറയുന്ന ഫ്ലാഗ് സെറ്റ് ആവുന്നത് വരെ ഇവിടെ കിടന്ന് കറങ്ങും, അടുത്ത ഇൻസ്ട്രക്ഷനിലോട്ട് പോകില്ല അല്ലേ. TI എന്ന് പറയുന്ന ഫ്ലാഗ് എപ്പോഴാണ് സെറ്റ് ആവുന്നത്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കൊടുത്ത സാധനം നമ്മുടെ സീരിയൽ ബഫറിൽ കിടക്കുന്ന സാധനം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലേ. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ വി ആർ വെയിറ്റിംഗ് ഫോർ RI, ദാറ്റ് ഇസ് റിസീവ് ഇൻറ്ററപ്റ്റ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ റിസീവ് എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് റിസീവ് എന്തെങ്കിലും സീരിയൽ ബഫറിലോട്ട് എന്തെങ്കിലും ഡേറ്റ റിസീവ് ചെയ്തോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം. വൺസ് സീരിയൽ ബഫർ ഫില്ലായി കഴിയുമ്പോൾ എന്ത് പറ്റും, ഇൻപുട്ട് വന്ന് റിസീവറായിട്ട് വർക്ക് ചെയ്ത് ഫില്ലായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, RI ദിസ് വിൽ ബിക്കം 1. സോ നമ്മളിവിടെ നിന്ന് താഴോട്ട് വരും. സോ അറ്റ് ദിസ് പോയിന്റ് എന്താണ്, നമ്മുടെ സീരിയൽ ബഫർ എന്ന് പറയുന്ന സാധനത്തിൽ എസ് ബഫിൽ ദർ ഇസ് സം ഡേറ്റ. ഓക്കെ, നമുക്ക് റിസീവ് ചെയ്തു. ഈ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും, വി മൂവ് ദ ഡേറ്റ ടു A, മൂവ് A, എസ് ബഫ്. ഓക്കെ, സീരിയൽ ബഫറിൽ വന്ന സാധനം എയിൽ കൊടുത്തു, A നമ്മൾ പോർട്ട് 1 കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യും, അടുത്ത് നമ്മൾ ക്ലിയർ R1. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, കാരണം ക്ലിയർ RI ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് എന്താണ്, നമുക്ക് അടുത്ത് വീണ്ടും നോക്കണം. വി ഹാവ് ടു ഡു ദിസ് കണ്ടിന്യൂസ്ലി. ഓക്കെ, ഷോർട്ട് ജമ്പ് ഹിയർ. നമ്മൾ അടുത്ത നമുക്ക് ഒരു ക്യാരക്ടർ, ഒരു AO BO വന്നാൽ പോരല്ലോ, നമുക്ക് വി നീഡ് മോർ ഡേറ്റ, റൈറ്റ്. സോ ഷോർട്ട് ജമ്പ് ഹിയർ. അടുത്ത 8-bit ഡേറ്റ വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വി അഗൈൻ കണ്ടിന്യൂ. ഓക്കെ, അടുത്ത 8-bit ഡേറ്റ വരുന്ന റിസീവ് ഇൻറ്ററപ്റ്റ് സെറ്റ് ആവുന്നുണ്ടോ നോക്കുന്നു, വി അഗൈൻ മൂവ് ഓൺ, അടുത്ത സാധനം ദിസ് കണ്ടിന്യൂസ്. സോ ഇതാണ് ആ ഒരു റിസീവിങ്ങിൽ നടക്കുന്നത്. ഇവിടെയും ബേസിക്കായിട്ട് നമുക്ക് ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യുക യൂസിങ് ദ ടൈമർ. സീരിയൽ കമ്മ്യൂണിക്കേഷൻ എസ്കോൺ എന്ന് പറയുന്ന രജിസ്റ്റർ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുക. ദെൻ വി വെയിറ്റ് ഫോർ ദ ഇൻറ്ററപ്റ്റ്. വി ഐദർ വെയിറ്റ് ഫോർ ദ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എസ് ബഫ് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ നമുക്ക് വേണ്ട ഡേറ്റ ഇത് ചെയ്തിട്ട് നമ്മൾ TI സെറ്റായോ നമ്മൾ വെയിറ്റ് ചെയ്യും. നമുക്ക് റിസീവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എസ് ബഫിൽ സാധനം വന്നു എന്ന് നമ്മൾ നോക്കുന്നത് എപ്പോഴാണ് നോക്കുന്നത്, റിസീവ് ഇൻറ്ററപ്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എസ് ബഫിൽ വന്നു എന്നുള്ളത് നോക്കും. ഇതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. സോ ഈ രണ്ട് കോൺസെപ്റ്റോടെ ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് യൂസിങ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ, അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ലുക്ക് അറ്റ് ഫർദർ പ്രോഗ്രാംസ്.